കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ നിർത്തിയിട്ട കാറിൽ നിന്നും 40 ലക്ഷം രൂപ കവർന്ന കേസിൽ നിർണായകമായ വഴിത്തിരിവ്. പണം കവർന്നുവെന്ന ആനക്കുഴിക്കര സ്വദേശി റഹീസിന്റെ പരാതി വ്യാജമെന്ന് പോലീസ്. കേസിൽ റഹീസിനെ കൂടാതെ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആസൂത്രിതമായാണ് പണം തട്ടിയെടുക്കാനുള്ള നീക്കം നടന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. നിർത്തിയിട്ട കാറിന്റെ ഗ്ലാസ് തകർത്ത് 40.25 ലക്ഷം രൂപ കവർച്ച ചെയ്തു എന്നായിരുന്നു പരാതി. പൂവാട്ടുപറമ്പിലെ സ്വകാര്യ ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു കാർ. എന്നാൽ പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച പോലീസിന്റെ സംശയമാണ് കേസിൽ നിർണായകമായത്. പരാതിക്കാരനായ റഹീസിന്റെ ഭാര്യാപിതാവ് സൂക്ഷിക്കാൻ നൽകിയതാണ് പണമെന്ന വാദം ആദ്യം തന്നെ പൊളിഞ്ഞു. CCTV ദൃശ്യങ്ങളിൽ പ്രതി ഉൾപ്പെടെ 2 പേർ പണവുമായി വാഹനത്തിൽ രക്ഷപ്പെടുന്നത് വ്യക്തമായിരുന്നു. രൂപയ്ക്കാണ് റഹീസ് കൊട്ടേഷൻ നൽകിയതെന്ന് ACP ഉമേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. റഹീസിനെ കൂടാതെ ആനക്കുഴിക്കര സാജിദ്, മായങ്ങോട്ടുതാഴം ജംഷീർ എന്നിവരാണ് പ്രതികൾ. പണം 40 ലക്ഷത്തിൽ എടുത്തേരുണ്ടെങ്കിലും അന്ന് വണ്ടിയിൽ ഈ പണം ഒന്നുമില്ലായിരുന്നു, 1 രൂപ പോലും ഇല്ലായിരുന്നു. എടുത്തു കൊണ്ടുപോയത് ഡമ്മി ചാക്കിൽ വെറുതെ കൊണ്ടുപോകുന്ന സാധനമാണ്. അത് നിങ്ങൾ കണ്ടാലറിയാം, വിഷ്വൽ കണ്ടാലറിയാം. ഒരു തുക കൊണ്ടുപോകുന്ന രീതി കണ്ടാൽ നമുക്ക് വളരെ മനസ്സിലാക്കാവുന്ന രീതിയാണ്. അപ്പോൾ ഇവിടെ വളരെ പെർഫെക്റ്റ് പ്ലാനിങ് ആയിരുന്നു. ഞങ്ങൾ അതിലും പെർഫെക്റ്റ് അന്വേഷിച്ചു. അല്ല, മണി വൈറ്റ് ആണോ മറ്റു കാര്യങ്ങളെ പറ്റിയിട്ടല്ല, അവർ തന്ന പണത്തെ പറ്റിയുള്ള സോഴ്സ് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്. ബാക്കി അതിൻ്റെ ഡീറ്റെയിൽ എടുക്കണം. അവർ കുറച്ച് രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട്. ആ രേഖകൾ കുറച്ച് സമയം കിട്ടിയിട്ടുള്ളൂ. ആ രേഖകൾ ജസ്റ്റ് എന്താണെന്നുള്ള അന്വേഷിക്കും. അത് ശരിയാണെങ്കിൽ ആ രീതി പോകും. ശരിയല്ല എന്നുണ്ടെങ്കിൽ മറ്റു നടപടിയിലേക്ക് പോകും. ഇല്ല, പണമില്ല. പണം ചിലവായി പോയതുകൊണ്ട് 2 മാസം മുമ്പേ കൊടുത്തിരുന്ന തുകയാണ്, പലപ്പോഴേ കൊടുത്ത തുകയാണ്. ഫാദറിൻ്റെ 2 മാസം മുമ്പേ പലപ്പോഴേ കൊടുത്ത് ഏൽപ്പിച്ച തുക ഫാദറിൻ്റെ ബാംഗ്ലൂർ ആയതുകൊണ്ട് ഇയാളെ എടുത്ത് ഏൽപ്പിച്ചതാണ്. പെട്ടെന്ന് ആവശ്യം വന്നാൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവർ ബിസിനസ്സിൽ ഉള്ളൊരു തുകയാണ്. അപ്പോൾ ആ തുക പെട്ടെന്ന് കൊടുക്കണമെങ്കിൽ ഇവൻ്റെ അടുത്ത് വെച്ചാലേ നടക്കുള്ളൂ എന്നുള്ളതോട് ഏൽപ്പിച്ചായിരുന്നു. ഇവനിതിന് മുമ്പ് കൊടുത്തിട്ടുണ്ട്. ഇവന് വിശ്വാസത്തിൻ്റെ മുകളിൽ ചെയ്ത പരിപാടിയാണ്. അപ്പോൾ ഇവൻ അവിടുന്ന് പൈസ റോൾ ചെയ്ത് പോയതുകൊണ്ട് പെട്ടെന്ന് പൈസ വെക്കാൻ ഇല്ലാത്തത് കൊണ്ടൊരു നാടകം കളിച്ചു എന്നാണ് പറയുന്നത്. അതും നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കേണ്ടതുണ്ട്. നമ്മൾ വീട് പരിശോധിച്ചാലും മറ്റു കാര്യങ്ങളിലൊന്നും മറ്റു പണമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത്യാവശ്യം ബാധ്യതയുള്ളതായിട്ട് മനസ്സിലാവുന്നുണ്ട്. സുഹൃത്തുക്കൾ കൊട്ടേഷൻ കൊടുത്താണ്. അതായത് അതും ഇവർ തമ്മിൽ ഇടപാടുകളുണ്ട്, ക്യാഷ് ഇടപാടുകളുണ്ട് ഇവർ തമ്മിൽ. സാജിദ് എന്ന ഷാജി, അതുപോലെ തന്നെ ജംഷീദ്. ജംഷീദ് ആനക്കുഴിക്കരക്കാരാണ് 2 പേരും. കേസെടുത്തത് മോഷണത്തിനാണ്. ഇപ്പോൾ നമ്മൾ മോഷണം എന്നതിന് മാറിയിട്ട് ചീറ്റിങ്ങിലേക്ക് മാറുകയാണ്. മോഷണമല്ല ഉണ്ടായത്, മോഷണം നടത്തുന്നു എന്ന രീതിയിൽ വന്നിട്ട് അപ്പം ഇതിൻ്റെ യഥാർത്ഥ ഉടമ പണം നഷ്ടപ്പെട്ട ആളുടെ പരാതി നമുക്ക് കിട്ടിയിട്ടുണ്ട്. വിശ്വാസവഞ്ചന നടത്തിയ രീതിയിലേക്ക് നമുക്ക് കേസ് മാറ്റം വരും. ഭാര്യ പിതാവിനും പരാതി പറഞ്ഞാൽ ഭാര്യ പിതാവിനേക്കാളേറെ പണം നഷ്ടപ്പെട്ട ആളുണ്ടല്ലോ, അയാൾക്ക് പരാതിയുണ്ട്. പണത്തിന്റെ ഉറവിടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരേണ്ടതുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതിലും അന്വേഷണം നടക്കുകയാണ്. ജനം, കോഴിക്കോട്.